പാട്ടത്തിനുള്ള ഒരു സ്ഥലത്തെ വ്യാജ പ്രമാണം ഉണ്ടാക്കി വീണ്ടും അത് വേറൊരാൾക്ക് കൈമാറി. അപ്പൊ ഈ ഫറൂഖ് കോളേജിന് ഇത് കൊടുത്ത ആധാരം എന്ന് പറയുന്നത് ഈ തിരിച്ച് പാട്ടമാണെങ്കിൽ പാട്ടം റദ്ദ് ചെയ്ത് സർക്കാരിന് തിരിച്ചു പിടിക്കാമല്ലോ. അപ്പൊ സർക്കാരിന്റെ സ്ഥലം അല്ല എന്ന് വരുത്താൻ വേണ്ടി ഒരു വഖഫ് എന്ന് പറയുന്ന ആ ഒരു 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 പ്രക്രിയയിലേക്ക് ഇത് കടത്തിവിട്ടത് സർക്കാരിന് തിരിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് വലിയ തട്ടിപ്പാണല്ലോ. അപ്പൊ അതൊരു ഗൂഢാലോചനയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു 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 വളരെ നല്ല ഉദ്ദേശത്തില് ഇസ്ലാമിക ആ മതത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ, അല്ലെ ഫറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കട്ടെ എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ്. ഇത് സർക്കാർ സ്ഥലം സർക്കാർ പാട്ടക്കരാർ റദ്ദ് ചെയ്ത് തിരിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് 1948-ലെയും 1950-ലെയും കാര്യങ്ങൾ. അതിനുശേഷം അത് കോടതി കൊണ്ടുപോയി പല പല കാര്യങ്ങൾ കൊടുത്ത് പല ജഡ്ജ്മെന്റുകളൊക്കെ വെച്ചിട്ട് പിന്നെ അത് വീണ്ടും അഡീഷണൽ സിവിൽ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ പിന്നീട് നടന്നു. അപ്പോൾ നിങ്ങൾ പ്രത്യക്ഷത്തിൽ ഇത് നിങ്ങൾ ഏതോ കാര്യത്തിന് ചെന്നപ്പോഴത്തേക്കും കരമടയ്ക്കാൻ പറ്റത്തില്ല, പൊസിഷൻ സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് നിങ്ങളിതൊക്കെ അറിയുന്നത്. പക്ഷെ ഇത് 48 നടന്നൊരു കാര്യമാണ്, 50 നടന്ന കാര്യമാണ്. നമ്മൾ ഇത്രയും കാലവും നമ്മളിതായാലും അറിഞ്ഞില്ല. ആരോ ഒരാള് ഒരു പൊസിഷൻ 1990 ഫറൂഖ് കോളേജിന് പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. അപ്പം അവർക്ക് കൊടുത്ത പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തരാൻ പറ്റില്ലല്ലോ. നമ്മൾ 90 ഫറൂഖ് കോളേജിന് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ നൽകിയ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല. 48-ലെ കാര്യം ഒരു വ്യാജ പ്രമാണം ഉണ്ടാക്കിയാലും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഉണ്ടാക്കിയാലും ജീവിച്ചിരിപ്പില്ല, വർഷങ്ങൾ പറയാമല്ലോ. പക്ഷെ അവിടെ ഒരു സർക്കാരിന്റെ ഉണ്ടാകേണ്ട സർക്കാരിന്റെ സ്ഥലം ഒരു കാരണവശാലും വേറൊക്കെ പോകത്തില്ല എന്ന് തന്നെയല്ല. കേരളത്തിലെ സർക്കാരുകള് മിച്ചഭൂമി എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ഏക്കറുകള് സ്വകാര്യ സ്ഥലങ്ങള് പിടിച്ചെടുത്ത് മനുഷ്യർക്ക് വിതരണം നടത്തുന്ന സർക്കാരുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മിച്ചഭൂമി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ കുടികിടപ്പ് അവകാശം കൊടുത്ത സർക്കാരാണ് നമ്മുടെ സർക്കാരുകൾ കേരളത്തിലുള്ളത്. അപ്പോൾ പരമ്പരാഗതമായിട്ട് കാലാകാലങ്ങളായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആൾക്കാരുടെ സ്ഥലത്തിന് നികുതി അടയ്ക്കാൻ സമ്മതിക്കത്തില്ല, അതിന്റെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് തരത്തില്ല, അത് നിങ്ങളുടേതല്ല വേറൊരാളുടെ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് നമ്മുടെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ഇത് സർക്കാർ സ്ഥലമാണ്, ഈ പാട്ടക്കരാർ റദ്ദ് ചെയ്ത് ഇത് തിരിച്ചു പിടിക്കണം എന്ന് ഒരു പ്രമേയം ഒരു അവതരിപ്പിക്കാൻ പോലും നമ്മുടെ നിയമസഭയില് ഇന്നൊരാളില്ല. 140 MLA-മാരും ഇത് വഖഫ് തന്നെയാണ്, ഇത് സർക്കാരിന്റെ അല്ല എന്ന് പറയുന്നവരാണ്. സർക്കാരിന്റെ 404 ഏക്കർ സർക്കാരിന്റെ അല്ല, അത് വഖഫിന് കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രമേയം കഴിഞ്ഞ ഒക്ടോബർ 13-ാം തീയതി നമ്മുടെ നിയമസഭയിൽ 140 MLA-മാരും കൂടെ പാസ്സാക്കി. സർക്കാരിന്റെ സ്ഥലമല്ല, നമുക്ക് ഈ സ്ഥലം വേണ്ട എന്ന് പറയുന്ന MLA-മാര് നമുക്കിവിടെ ഉണ്ട്. 140 പേരും അങ്ങനെയാണ്. ഇത് സർക്കാർ സ്ഥലമാണ്, ഇത് പാട്ടക്കരാറിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇത് മുഴുവൻ സർക്കാരിൻ്റെതായി മാറും, രാജാവിന്റെ എല്ലാം സർക്കാരിൻ്റെതായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് സർക്കാരിന്റെയാണ്, അത് തിരിച്ചു പിടിക്കണം എന്ന് പ്രമേയം അവതരിപ്പിക്കാൻ പോലും ഒരാൾ നമ്മുടെ നിയമസഭയിൽ ഇല്ല എന്നുള്ള ഒരു ദയനീയ അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സർക്കാർ സ്ഥലമാണ്. 48-ലും 50-ലും ഒരു വലിയ തട്ടിപ്പ് നടന്നു. അപ്പൊ അതൊരു ക്രിമിനൽ തട്ടിപ്പാണ്. ആ ക്രിമിനൽ തട്ടിപ്പ് വൈറ്റ് വാഷ് ചെയ്ത് അതിനെ സാധൂകരിക്കാൻ വേണ്ടിയാണ് പിന്നീടുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിയമസഭയിലെ പ്രമേയം വരെ ആ ഒരു തട്ടിപ്പിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇത് വഖഫിന്റെയാണെന്ന് നിയമസഭയിലെ പ്രമേയം പാസ്സായല്ലോ. ഇനി അതിനെങ്ങനെ പുറകോട്ട് പോവുക? വലിയൊരു ഒരു ലോ മേക്കിംഗ് നിയമനിർമ്മാണ സഭയാണല്ലോ. അപ്പോൾ ഇതിനെതിരെ പ്രതിരോധം എന്ന് പറഞ്ഞ് നമ്മള് ഇങ്ങനെ ഇവിടെ നിരാഹാരം എത്ര ദിവസം ഇരിക്കും? നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. നിരാഹാരം ഇപ്പൊ തന്നെ 100 ദിവസം കഴിഞ്ഞു. നമ്മൾക്ക് ഈ ഇവിടെ വന്ന ദിവസം മുഴുവൻ നിരാഹാരം ഇരിക്കുകയാണ്. നമുക്ക് ജീവിക്കണ്ടേ, അന്തസ്സായിട്ട് ജീവിക്കണ്ടേ, വീട്ടിലിരിക്കണമല്ലോ, പണി ചെയ്യണം. അപ്പൊ അതിനെ പറ്റിയൊരു അവസ്ഥ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഈ 48-ലെയും 50-ലെയും തട്ടിപ്പാണ് എന്നുള്ളത് പുറത്തു കൊണ്ടിരിക്കുകയും ഇത് പാട്ടക്കരാറായിരുന്നത് സർക്കാർ സ്ഥലമാണ് എന്നുള്ള കാര്യം നമ്മൾ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ 1990-ല് പൊസഷൻ സർട്ടിഫിക്കറ്റ് നൽകിയത് അത് റദ്ദ് ചെയ്ത് അത് റദ്ദ് ചെയ്യണമല്ലോ. കാരണം അത് വ്യാജമായിട്ടുണ്ടായ ഒരു പൊസഷൻ കോളേജിന് കൊടുത്തിരിക്കുന്നതാണ്. അത് റദ്ദ് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ എടുക്കണം. അതുപോലെ ഈ തട്ടിപ്പ് നടത്തിയ കക്ഷികള് അവർക്കെതിരെ കേസെടുക്കണമല്ലോ, തട്ടിപ്പിന് കേസെടുക്കണം.
അപ്പൊ കേസെടുത്ത് ക്രിമിനലായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ, നമ്മളുടെ വീടുകളിൽ. അപ്പം അതിന് വേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും ചിന്തകളും നമുക്കുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.